മാത്രമേ ഉള്ളൂ. നാട്ടിൽ പള്ളിയിൽ പോകാൻ പോലും എനിക്ക് പേടിയാണ്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുകയുള്ളൂ, ഇങ്ങോട്ട് നാട്ടിലേക്ക് വരില്ല. കാരണം എനിക്ക് ഞാൻ മൂത്ത ആളാണ്, താഴെ 3 പേരാണ്. അവൾ പിള്ളേരെ വളർത്തി അതുവഴി നടക്കുമായിരുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നെ കളിയാക്കുമായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 13 ആയപ്പോഴത്തേക്കും മാതാവ് എനിക്ക് കോൺട്രാക്റ്റ് തന്നു. 15-ാം തീയതി ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്. എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ, എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ, ഞാനൊന്നും ആകില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ മാതാവ് എന്നെ വെല്ലുവിളാക്കി കാണിച്ചു. അവിടെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ഏറ്റവും സാലറിയിൽ സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ ജർമ്മനിക്ക് പറക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തമായിട്ട് സത്യം പറഞ്ഞാൽ ഹൃദയം കൊണ്ട് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മകളോട് അമ്മ പറയുന്നുണ്ട്. അത് അമ്മ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പം നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ഉടമ്പടിയിൽ നമ്മളോടായിരിക്കും മറ്റുള്ളവരോട് പറയുന്ന സംസാരം, അത് ദേഷ്യത്തോടെ ആണെങ്കിലും പരിഹാസത്തോടെ ആണെങ്കിലും ഇതിനൊക്കെ